കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കേര കർഷക സൗഹൃദ സംഗമം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. തകർച്ചയിലേക്ക് കൂപ്പുകുത്തിയ നാളികേര കൃഷിക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പുതുജീവൻ നൽകണമെന്നാവശ്യപ്പെട്ടാണ് വൈക്കത്ത് കേര കർഷക സൗഹൃദ സംഗമം നടത്തിയത്. കടബാധ്യത, പ്രകൃതി ദുരന്തം, വന്യജീവി ആക്രമണം തുടങ്ങിയവയാൽ മരണപ്പെട്ട കർഷകർക്ക് യോഗത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു. തകർച്ചയിലേക്ക് കൂപ്പുകുത്തിയ നാളികേര കൃഷിക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പുതുജീവൻ നൽകണമെന്നാവശ്യപ്പെട്ടാണ് വൈക്കത്ത് കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കേര കർഷക സൗഹൃദ സംഗമം സംഘടിപ്പിച്ചത്. കടബാധ്യത, പ്രകൃതി ദുരന്തം, വന്യജീവി ആക്രമണം തുടങ്ങിയവയാൽ മരണപ്പെട്ട കർഷകർക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ സമ്മേളന നഗരിയിൽ തീർത്ത കർഷക രക്തസാക്ഷി മണ്ഡപത്തിൽ കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ് പുഷ്പാർച്ചന നടത്തി. വിവിധ മേഖലയിലുള്ള കർഷകരെ ആദരിക്കുമ്പോൾ കേര കർഷകരെയും പ്രത്യേകമായി നമുക്ക് സമ്മേളനത്തിന് എല്ലാ ഭാവങ്ങളും. ഒരു കാലത്ത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലെ നട്ടെല്ലായിരുന്ന നാളികേര കൃഷി വില തകർച്ചയും സംഭരണത്തിലെ പോരായ്മകളും കൃഷി പരിപോഷണത്തിന് സർക്കാർ സഹായങ്ങളും ഇല്ലാതായതോടെ കൃഷി നഷ്ടത്തിലായി വൻകിട കർഷകരും ചെറുകിട കർഷകരുമൊക്കെ കൃഷിയിൽ ശ്രദ്ധിക്കാതെയായി. നാളികേര കൃഷിയുടെ പോയ കാല പ്രതാപം വീണ്ടെടുക്കാനായി കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രദ്ധ ക്ഷണിച്ചുള്ള പ്രക്ഷോഭം കേര കർഷകരുടെ സംഘശക്തി തെളിയിക്കുന്നതായിരുന്നു. കേരളത്തിന്റെ ഏറ്റവും വലിയ തനത് വിളയായ നാളികേരത്തെ സംരക്ഷിക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ തയ്യാറാകാതിരിക്കുമ്പോൾ നാളികേര കൃഷി സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ നിലപാടാണ് കേരള കോൺഗ്രസ് പാർട്ടിയും കർഷക യൂണിയനും എടുത്തത്. ഇന്നതിൻ്റെ പൂർത്തീകരണം ഐക്യത നടന്നിരിക്കുകയാണ്. കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ് നാളികേര കൃഷിയുടെ അഭിവൃദ്ധിക്കായി സംസ്ഥാന വ്യാപകമായി സമരം ശക്തമാക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ നാളികേര കർഷക സംഗമത്തിൽ പങ്കെടുത്ത കർഷകർ ആവേശഭരിതരായത് നാളികേര കൃഷി ശാസ്ത്രീയമായ മാറ്റങ്ങളോടെ കൂടുതൽ ശക്തിപ്പെടുമെന്ന പ്രതീക്ഷയിലാണ്. പരിപാടിയായിട്ട് ഈ ഇന്നലെ നട്ട തൈ ഇവിടെ നട്ടപ്പോൾ അത് വീണ്ടും കേര കർഷകർക്കും കേരളത്തിനും എന്ന് പറയുമ്പോൾ രാഷ്ട്രത്തിന് തന്നെ വലിയ ഒരു ഉത്തേജനം നൽകും എന്നുള്ളൊരു സംശയമില്ല. ഇന്ന് ഈ മേഖല അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അതിനെക്കുറിച്ചൊരു പഠനം നടത്തി അതിനുള്ള സബ്ജക്ട് മാറ്റർ എക്സ്പേർട്സും അതിനുള്ള കൃഷിക്കാരും അതിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സായ രാഷ്ട്രീയക്കാരും നാട്ടുകാരും ഒക്കെ കൂട്ടിയിരുത്തി ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ച് ഒരു സമഗ്രമായ ഒരു റിപ്പോർട്ട് കേരള സർക്കാരിന് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച് ഈ മേഖലയിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ കൂടിയുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, വൈക്കം. ലൈറ്റ് വെയ്റ്റ് ഡിസൈനർ ബോട്ടിക് ജ്വല്ലറിയായ മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ വലിയ ഷോറൂം തൃപ്പൂണിത്തുറയ്ക്ക് സ്വന്തം. ഗ്രാൻഡ് ഓപ്പണിംഗ് സെപ്റ്റംബർ 7 ശനിയാഴ്ച രാവിലെ 11 മണിക്ക്. ഈ ആഘോഷവേളയിൽ പങ്കാളികളാവൂ. അടിപൊളി ഉദ്ഘാടന ഓഫറുകൾ സ്വന്തമാക്കൂ. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.